ഹരിനാമ കീർത്തനത്തിലേക്ക് സ്വാഗതം. ഖഡ്വാങ്കൻ എന്ന ധരണീശന് കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്തു വിധി. ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ. നാരായണായ നമഃ. എത്രയേറെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഗജേന്ദ്രന് ഭഗവത് കാരുണ്യം ലഭിച്ചത്. എന്നാൽ സൂര്യവംശ ചക്രവർത്തിയായ ഖഡ്വാങ്കന്റെ സ്ഥിതി അതല്ല. കേവലം 2 നാഴിക കൊണ്ടാണ് അദ്ദേഹം കൈവല്യത്തിന് അർഹനായത്. അല്ലയോ ഭഗവാനെ, എത്ര വൈരുദ്ധ്യം നിറഞ്ഞതാണ് അങ്ങയുടെ ലീലകൾ. ഇതിന്റെ പൊരുൾ തനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആചാര്യൻ പരിതപിക്കുന്നു. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഖഡ്വാങ്കൻ എന്ന രാജാവ് ദേവലോകത്ത് എത്തിയതും അസുര നിഗ്രഹം നടത്തിയതും. സംപ്രീതരായ ദേവന്മാർ അദ്ദേഹത്തിന് സകല വരങ്ങളും കൊടുക്കുവാൻ തയ്യാറായി. എന്നാൽ തനിക്കിനി 2 നാഴിക മാത്രമാണ് ആയുസ് അവശേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ രാജാവ് വരങ്ങളൊന്നും സ്വീകരിച്ചില്ല. അനന്തരാവകാശിയെ ഭൂഭാരം ഏൽപ്പിച്ചു. അദ്ദേഹം ഹരിസ്മൃതിയിൽ നിമഗ്നനായി മരുവി. ഏകാഗ്രമായ ആ ബ്രഹ്മധ്യാനത്താൽ 2 നിമിഷം കൊണ്ട് ഖഡ്വാങ്കൻ മോക്ഷപ്രാപ്തനായി. എന്നാൽ ഗജേന്ദ്രന്റെ സ്ഥിതി അതായിരുന്നില്ല. ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ആ ജീവന്. ശാപവും ക്ലേശവുമായി നെടുനാൾ അലഞ്ഞു ആ ഭക്തൻ. ഭക്തന്മാരോടുള്ള പെരുമാറ്റത്തിൽ ഭഗവാന് വൈരുദ്ധ്യം പാടുണ്ടോ? ഇവിടെ അറിയേണ്ടത്, ഇന്ദ്രദ്യുമ്നന് പ്രാരബ്ധവാസന പൂർണ്ണമായി ശമിച്ചിരുന്നില്ല എന്നാണ്. കർമ്മവും കർമ്മഫലവും വേരറ്റു പോകണം. അതിനുള്ള താമസമാണ് ഉണ്ടായത്. ഖഡ്വാങ്കനാകട്ടെ കുട്ടിക്കാലം മുതൽ വിഷ്ണു ഭക്തനായിരുന്നു. ക്ഷാത്രധർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും അദ്ദേഹത്തിന് ഹരിഭക്തി നഷ്ടമാകുകയോ അഹന്തയുടെയോ മമതയുടെയോ സ്വാധീനം ഉണ്ടാകുകയോ ചെയ്തില്ല. ഭാഗവതത്തിലെ ധ്രുവൻ എന്ന കഥാപാത്രത്തിന് 1/2 കൊല്ലമാണ് വേണ്ടി വന്നത്. പരീക്ഷിത് മഹാരാജാവിന് വേണ്ടി വന്നത് 7 ദിനങ്ങളാണ്. 3.25 നാഴിക കൊണ്ട് പിങ്കള എന്ന അബലയും 2 നാഴിക കൊണ്ട് ഖഡ്വാങ്കനും ഹരിയെ പ്രസാദിപ്പിച്ചു. ഭഗവാന്റെ കൃപയ്ക്ക് നാം ഏതു വിധത്തിലാണ് പാത്രമാകുക എന്ന് നമുക്ക് നിശ്ചയിക്കാനാകില്ല. അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയത് എന്നാണല്ലോ മൊഴി. ഭഗവാന്റെ ലീലകളുടെ വൈരുദ്ധ്യത്തെ ആചാര്യൻ ഇനിയും എടുത്തു കാണിക്കുന്നുണ്ട്. ദ്രുതരക്ഷണവും കാലതാമസവും എടുത്തുള്ള രക്ഷണവുമെല്ലാം ആ ലീലകളുടെ ഭാഗം.